So coming to the next question, that is, a vertically hanging bar is to be modeled by finite element modeling method. The bar is discretized into 4 elements. It is subjected to a load of 10 kilonewton at its end. If each element is considered to have a length of 300 mm, formulate the global stiffness matrix and find the displacement at each nodes using Gauss elimination method. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു വെർട്ടിക്കലി ഹാങ്ങിങ് ബാർ, അപ്പോൾ വെർട്ടിക്കലി ഹാങ്ങിങ് ബാർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ട് മറ്റേ എൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ബാർ എലമെന്റ് ആണ് വെർട്ടിക്കലി ഹാങ്ങിങ് ബാർ എന്ന് പറയുന്നത്. ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. So it is to be modeled by FEM. It is discretized. Discretization എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൈറ്റ് എലമെന്റിലെ ആദ്യത്തെ സ്റ്റെപ്പ് ആണ്. അതായത് പല എലിമെന്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറയുന്നത്. 4 എലിമെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ബാർ എലമെന്റിനെ നമ്മൾ 4 എലിമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1, 2, 3 and 4. 4 എലിമെന്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. 4 എലിമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നോഡ് ഇടുമ്പോൾ നോഡ് ഓരോന്നിൻ്റെയും എൻഡിൽ, അതായത് അതിൻ്റെ ബൗണ്ടറിയിലാണ് നമ്മൾ നോട്ട്സ് ഇടുക. സോ നോഡ് 1, 2, 3, 4 and 5. 5 നോഡുകളും 4 എലിമെന്റുകളും ഉണ്ട്. അപ്പം എലിമെന്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്തത് നമ്പറിന് ചുറ്റും ഒരു സർക്കിൾ വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് നമ്മളൊരു എലിമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നോഡ് ആണെങ്കിൽ സാധാരണ ഒരു നമ്പർ വെച്ചിട്ടാണ്. ഓക്കെ, so there are 4 elements and 5 nodes, and it is subjected to a load of 10 kilonewton at its end. അപ്പം അതിൻ്റെ എൻഡിൽ നമ്മളൊരു പോയിന്റ് ലോഡ് കൊടുക്കുന്നുണ്ട്, that is 10 kilonewton. If each element is considered to have a length of 300 mm, ഓരോ എലിമെന്റിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് it is 300 mm. ഓരോ എലിമെന്റിനും 300 mm ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓരോ എലിമെന്റിനും ലെങ്ത് 300 ആണ്. You have to find out the global stiffness matrix. അതായത് ഈ ഓരോ എലിമെന്റിന്റെയും കിട്ടുന്ന സ്റ്റിഫ്നെസ് മെട്രിക്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. അപ്പോൾ എത്ര എലിമെന്റ്സ് ഉണ്ടോ ആ ഓരോ എലിമെന്റ്സിന്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സിനെ നമുക്ക് ഒരുമിച്ച് കമ്പൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു ടോട്ടൽ മെട്രിക്സ്, കോമ്പിനേഷൻ മെട്രിക്സിനെയാണ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആൻഡ് ഓൾസോ ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ഈച്ച് നോഡ്സ് യൂസിങ് Gauss elimination method. So if U1, U2, U3, U4 and U5, if these are the displacements at nodes 1, 2, 3, 4 and 5 respectively, അങ്ങനെയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. U1 കണ്ടുപിടിക്കണം, U2, U3, U4 and U5. So to find out global stiffness matrix K and displacement at each nodes, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന കാര്യം. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1, 2, 3 and 4 are the elements and 1, 2, 3, 4, 5 are the nodes. Displacement at each node, let it be U1, U2, U3, U4 and U5. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. സോ ലോഡ് ഓഫ് 10 kilonewton is acting at the end. അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. സോ കിലോന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുക. 10 × 10⁻³ ന്യൂട്ടൺ. അപ്പം ഇതിനകത്ത് ഇത് ആക്ച്വലി യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 2-3 ഡേറ്റ മിസ്സിംഗ് ആണ്. നമുക്ക് ഇതിനകത്ത് ഏരിയ തന്നിട്ടില്ല. സോ എ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിട്ടില്ല. അതുപോലെ യങ്സ് മോഡുലസ് എത്രയാണ് നമുക്ക് തന്നിട്ടില്ല. അപ്പം ഈ 2 ക്വാണ്ടിറ്റീസ് നമുക്കൊന്ന് അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അത് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള വാല്യൂസ്, ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ലെറ്റ് ദി യങ്സ് മോഡുലസ് ബി ഇ and area be represented as A mm². അപ്പോൾ ഫൈനൈറ്റ് എലിമെന്റ് ഇക്വേഷൻ നമുക്കറിയാം.
equation is general equation എന്ന് പറഞ്ഞാൽ F is equal to K into U. So this is the general finite element equation. Force matrix F is equal to stiffness matrix K into displacement vector U. ഇനി എത്ര എലിമെന്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് 1 2 3 എന്നൊക്കെ പറഞ്ഞ് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. So writing it this way, F1 F2 is equal to K into U1 U2. That is F1 and F2 is equal to AE by L. Stiffness matrix ന്റെ വാല്യൂ നമുക്കറിയാം, അത് എല്ലാം സെയിം തന്നെയായിരിക്കും എല്ലാ കേസിലും. സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ വാല്യൂ ഇങ്ങനെ തന്നെയായിരിക്കും ഫോർ എ 2-dimensional ബാർ എലിമെന്റ്, ഫോർ എ 1-dimensional ബാർ എലിമെന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാർ എലിമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 2 രണ്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ് ഇത്. സോ AE by L into 1 minus 1 minus 1 1 into U1 U2. ഇനി നമ്മൾ ഓരോ എലിമെന്റ് വൈസ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് പോവാണ്. So F1 F2, so consider the first element 1 2. So in the first element, the element 1 with the nodes 1 and 2 separate ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ this is the element 1 മേളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. element 1 with the 2 nodes, node 1 node 2. Displacement at node 1 is U1, at node 2 is U2. Force acting on node 1 is F1 and at node 2 is F2. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ആ ഫൈനൈറ്റ് എലിമെന്റ് ഇക്വേഷൻ എഴുതാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. F1 F2 is equal to AE by L into 1 minus 1 minus 1 1 into U1 U2. ഇനി ഇതിനകത്ത് നമ്മൾ ആ ഒരു എലിമെന്റ്സിനെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഇങ്ങനെ A11 A12 A21 A22 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ആ എലിമെന്റ്സിന്റെ ഒരു നമ്പറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് ഏതാണ് എലിമെന്റ്, A11 എന്ന് പറയുന്നത് ആദ്യത്തെ റോയിൽ ആദ്യത്തെ എലിമെന്റ് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. A11 A12 A21 A22. ഇത് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടി അത് എഴുതുന്നേ ഉള്ളൂ. സോ ഫോർ ദി എലിമെന്റ് 1 വി ഗോട്ട് ദിസ് ഇക്വേഷൻ. അങ്ങനെ നമുക്ക് 4 എലിമെന്റ്സ് ഉണ്ട്. ഇങ്ങനെ 4 എലിമെന്റ്സിനുള്ള ഈ ഫൈനൈറ്റ് എലിമെന്റ് ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. സെക്കൻഡ് എലിമെന്റ് എന്ന് പറയുമ്പോൾ യു ഹാവ് നോഡ്സ് 2 and 3. സോ അവിടെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്സ് U2 U3, ഫോഴ്സ് F2 F3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് F2 F3 is equal to AE by L into 1 minus 1 minus 1 1 into U2 U3. അപ്പം AE by L into 1 minus 1 minus 1 1 എന്ന് പറഞ്ഞ ഈ സ്റ്റിഫ്നെസ് മെട്രിക്സ് എല്ലാ എലിമെന്റ്സിനും കോമൺ ആയിട്ടാണ് വരുന്നത്, സെയിം ആണ് വരുന്നത്. സോ അഗെയിൻ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ വി റൈറ്റ് ഇറ്റ് ആസ് A22 A23 A32 A33. ഇതാണ് അതിൻ്റെ എലിമെന്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ്. A22 A23 A32 A33. Then for the next element 3 ക്ക് വരുമ്പോൾ we have the nodes 3 and 4. Force F3 F4, displacement U3 U4. So F3 F4 is equal to AE by L into 1 minus 1 minus 1 1 into U3 U4. A33 നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ A33 A34 and A43 A44. Next element 4 nodes 4 and 5. Forces F4 and F5 and displacements U4 and U5. So F4 F5 is equal to AE by L into 1 minus 1 minus 1 1 U4 U5. And denote ചെയ്യുന്ന elements എന്ന് പറഞ്ഞാൽ this A44 A45 A54 A55. So നമുക്ക് 4 എലിമെന്റ്സിന് നമുക്ക് ഓരോ ഇക്വേഷൻസ് കിട്ടി. ആ ഓരോ ഇക്വേഷനെ നമ്മൾ നമ്പർ ചെയ്തു 1 2 3 4 5 എന്ന് പറഞ്ഞ നമ്പർ ചെയ്തു. സോ വി ആർ ഗോയിങ് ടു അസംബിൾ ദി ഇക്വേഷൻസ്, ഓൾ ദീസ് ഇക്വേഷൻസ് 2 3 4 and 5. ഫസ്റ്റ് ഇക്വേഷൻ ഒരു ജനറൽ ഇക്വേഷൻ ആയിട്ടാണ് എഴുതുക, അത് എലിമെന്റ് ഇക്വേഷൻ അല്ല. സോ ഫോർ എലിമെന്റ് 1 ഇക്വേഷൻ 2, എലിമെന്റ് 2 ഇക്വേഷൻ 3, 3ക്ക് എലിമെന്റ് ഇക്വേഷൻ 4 ആണ്, 4ന്റെ എലിമെന്റ് ഇക്വേഷൻ 5 ആണ്. സോ വി ആർ ഗോയിങ് ടു അസംബിൾ ഓൾ ദീസ് ഇക്വേഷൻസ്. ഈ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഓരോ
ഫൈനൈറ്റ് എലമെന്റ് ഇക്വേഷനും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് പോവാണ്, അസംബിൾ ചെയ്യാണ്. സോ വെൻ വി അസംബിൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്: F1, F2, F3, F4 ആൻഡ് F5. അങ്ങനെ അത്രയും ക്വാണ്ടിറ്റീസ് ഫോഴ്സിൻ്റെതായിട്ടുണ്ട്. സോ F1, F2, F3, F4, F5 ഇസ് ഈക്വൽ ടു AE/L കോമൺ ടേം ആണ്, A ഇൻറ്റു E/L ഇൻറ്റു നമ്മൾ ആദ്യമേ ഈ പറഞ്ഞ ടേംസ് അങ്ങ് എഴുതുക: A11, A12, A13, A14, A15. അപ്പം നമുക്ക് ഇതിനകത്ത് 5 നോട്ട്സ് ആണ് ഉള്ളത്. സോ നമ്മൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് 5 different nodes. 5 nodes, ഈ ഓരോ നോഡിനും 1 degree of freedom ആണ് ഉള്ളത്. അപ്പോൾ ഓരോ നോഡിനും ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് കൊണ്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സ്റ്റിഫ്നെസ് മെട്രിക്സ്, ഫൈനൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്, ഇറ്റ് വിൽ ബി എ 5/5 മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് 3 നോഡുകളാണ് ഉള്ളതെങ്കിൽ ഓരോ നോഡുകൾക്കും ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഉള്ളതെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി എ 3/3 മെട്രിക്സ്. 2 നോഡ് മാത്രമേ ഉള്ളെങ്കിൽ ദി സ്റ്റിഫ്നെസ് മെട്രിക്സ് വിൽ ബി എ 2/2 മെട്രിക്സ്. അപ്പം എത്ര നോഡുകളുണ്ട്, ആ നോഡുകൾക്കെല്ലാം എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അതിനനുസരിച്ച് ഉള്ളതായിരിക്കും ആ ഒരു മെട്രിക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ വി ഹാവ് 5 നോഡ്സ്, 5 നോഡുകൾ. ഓരോ നോഡുകൾക്കും ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്. അപ്പോൾ നമുക്ക് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. സോ വി ഹാവ് 5/5 മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഫൈനലി അസംബിൾ ചെയ്യുന്ന മെട്രിക്സ് ഇറ്റ് വിൽ ബി എ 5/5 മെട്രിക്സ്. സോ ആദ്യം ഈ ടേംസ് എഴുതുക: A11, A12, A13, A14, A15. അതുപോലെ A21, A22, A23, A24, A25 ആൻഡ് സോ ഓൺ. ഫൈനലി നമ്മൾ A51, 52, 53, 54, 55. ഇനി നമ്മൾ അതിൻ്റെ താഴെ ഓരോ ടേംസിൻ്റെയും വാല്യൂസ് എഴുതാനായിട്ട് പോവാണ്. A11. സോ A11 വാല്യൂ നമുക്ക് ആദ്യത്തെ മെട്രിക്സ് എന്ന് പറയും. A11ന്റെ വാല്യൂ 1 ആണ്. A12ന്റെ വാല്യൂ -1 ആണ്. സോ ആ രണ്ട് വാല്യൂസ് നമ്മൾ എഴുതി, 1, -1. A13 എന്ന് പറഞ്ഞ ടേം എങ്ങുമില്ല, ഒരു മെട്രിക്സിലും A13 ടേം ഇല്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. A14ഉം ഇല്ല, 0. A15ഉം ഇല്ല, സോ ഇറ്റ് വിൽ ബി 0. അപ്പം വാല്യൂസ് ഇല്ലാത്ത ടേംസ് ആണെങ്കിൽ ദി വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. നെക്സ്റ്റ് A21 നമ്മൾ എഴുതിയിട്ടുണ്ട്. A11, A12, A21, A22. സോ A21ഉം A22 വാല്യൂ ഉണ്ട്, -1, 1. സോ -1, A22 വരുമ്പോഴത്തേക്ക് വി ഹാവ് ആദ്യത്തെ ഇക്വേഷൻ, അതായത് ഈ സെക്കൻഡ് ഇക്വേഷനകത്ത് A22 വാല്യൂ ഇസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ വരുമ്പോൾ അവിടെയും നമുക്കൊരു A22 വാല്യൂ ഉണ്ട്. സോ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഫോർ നോഡ്സ് 1 and 2 ആണ്. നോഡ് 1 and 2ന് നമ്മൾ ഫൈനൈറ്റ് എലമെന്റ് ഇക്വേഷൻ എഴുതിയപ്പോൾ വി ഹാഡ് എ വാല്യൂ ഓഫ് A22. നെക്സ്റ്റ് നോഡ് 2 and 3 എഴുതിയപ്പോൾ ഓൾസോ വി ഹാവ് എ വാല്യൂ ഓഫ് A22. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ വി ഹാവ് ടു ആഡ് ദീസ് ടു വാല്യൂസ്, 1 + 1. സോ ദാറ്റ് വാല്യൂ വിൽ ബി റിട്ടൺ ഹിയർ. A22 എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി 1 + 1. അതാണ് ഇവിടെ 2 വരാനുള്ള കാരണം. Then A23 value. A23 നമുക്ക് A23 value is equal to -1. So A23 വേറെ ഒന്നുമില്ല, so we have written is -1. A24 ഒരു മെട്രിക്സിലും ഇല്ല, so it is 0. A25 0 ആണ്. A31 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇല്ല, so it is equal to 0. A32, so A32 ഈ ഒരു മെട്രിക്സിലുണ്ട്, so we'll write it as A32 is -1. A32 വേറെ ഒന്നുമില്ല, so A32 is -1. A33, so A33യും നേരത്തെ കേസ് പോലെ തന്നെ രണ്ടിടത്ത് വരുന്നുണ്ട്. സോ A33 ഫോർ എലമെന്റ്സ് 2 and 3 A33 വരുന്നുണ്ട്, 3 and 4 വരുന്നിടത്തും A33 വരുന്നുണ്ട്. സോ വി ആഡ് ദീസ് ടു വാല്യൂ, 1 + 1. സോ A33 വരുന്നിടത്ത് ഇറ്റ് വിൽ ബി 1 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദെൻ A34 വാല്യൂ നമുക്ക് ഇതിനകത്തൊക്കെ മെട്രിക്സിൽ വരുന്നുണ്ട് ഫോർ നോഡ്സ് 3 and 4, that is -1. So -1, A35 illa, so it is equal to 0. So similarly we fill all these things. A41 illa, A42 illa, A43 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. A43 എന്ന് പറഞ്ഞാൽ it is equal to -1. and A44, again A44 നമ്മൾ നോക്കുകയാണെങ്കിൽ A44 നമ്മൾ 3 and 4 നോട്ട്സിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെയുണ്ട്,
അതുപോലെ 4 and 5ന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെയുണ്ട്. സോ we add these two value 1 plus 1. So A44 വരുന്നിടത്ത് it will be 1 plus 1, that is equal to 2. And A45ന്റെ value ഉണ്ട്, that is equal to minus 1. Then A51 ഇല്ല, 52 ഇല്ല, 53 ഇല്ല. A54 value that is equal to minus 1. And A55 പിന്നെ വേറെ എങ്ങും ഇല്ല. So that is why it is equal to 1. A55 value ഒന്നേ ഉള്ളൂ, വേറെ അടുത്ത എലിമെന്റ് എടുക്കാനായിട്ടില്ല, നമ്മൾ എല്ലാ എലിമെന്റ്സും എടുത്തു കഴിഞ്ഞു. So it is equal to 1. So if we look at the diagonal elements 1, 2, 2, 2, 1. അപ്പോൾ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചത് diagonal elements will be positive. And again another property of stiffness matrix എന്ന് പറയുന്നത് the sum of row elements will be equal to 0. ഈ റോ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 plus minus 1 അത് 0 ആണ്, ഈ റോയ്ക്ക് 0 ആണ്. ഈ കേസ് നോക്കാം, ഈ റോയിൽ minus 1 plus 2 minus 1, അതായത് minus 2 plus 2 again 0 ആണ്. അടുത്ത കേസിൽ വീണ്ടും minus 1 plus 2 minus 1 plus 2 again 0. അപ്പോൾ അങ്ങനെ എല്ലാ റോയിലും നമ്മൾ സം ചെയ്യുകയാണെങ്കിൽ the sum of all the rows will be equal to 0. കോളം വൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ നമുക്ക് 0 കിട്ടും. ഓരോ കോളത്തിൻ്റെയും സം 0 ആണ്. സോ ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. അത് കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇറ്റ് മീൻസ് നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ് കറക്റ്റ് ആണ്. സോ F1, F2, F3, F4, F5 is equal to AE by L into the stiffness matrix into U1, U2, U3, U4, U5. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ ഈ കോഎഫിഷ്യൻസ് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ഈ ടേംസ് ഇല്ലാതെ തന്നെ എടുത്തങ്ങ് എഴുതി 1 minus 1 0 0 0 minus 1 2 minus 1 0 0 0 അങ്ങനെയുള്ള വാല്യൂസ് എഴുതിയിട്ട് U1, U2, U3, U4, U5. So this will be the value of stiffness matrix. ഇനി നമുക്ക് അതിനകത്ത് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതെടുത്ത് എഴുതാൻ പറ്റും AE by L into this value. This will be the global stiffness matrix. If you are given the values of area E and L, അതും കൂടെ എടുത്ത് എഴുതിയിട്ട് ഇത് കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. So this will be the global stiffness matrix. So once we find out the global stiffness matrix, അത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് നോക്കാം. അപ്പം സാധാരണ ക്വസ്റ്റ്യനിൽ ഇറ്റ് വിൽ ബി ഗിവൺ നെഗ്ലക്ട് സെൽഫ് വെയ്റ്റ് ഓഫ് ദി ബാർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യനിൽ ഇതൊന്നും തന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കുറേ ഡേറ്റ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. സോ വി ഹാവ് ടു അസ്യൂം ഓൾ ദോസ് തിങ്സ്. നെഗ്ലക്റ്റിംഗ് സെൽഫ് വെയ്റ്റ് of the bar. So neglecting self weight of the bar എന്ന് പറയാൻ നമ്മൾ നേരത്തെ കണ്ടു, we have a self hanging bar fixed at one end. ഒരു എൻഡിൽ ഒരു പോയിന്റ് ലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലോഡ് മാത്രമാണ് അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സ് മാത്രമാണ് ഈ ഒരു ബാർ എലമെന്റിൽ ആക്ട് ചെയ്യുന്നത്, അതിനകത്ത് വേറൊന്നുമില്ല. സോ ആ നോട്ട്സ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തപ്പോൾ എലിമെന്റ്സ് 1, 2, 3 and 4 4 എലിമെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ 5 നോഡുകളും ഉണ്ടായിരുന്നു, 1, 2, 3, 4, 5. അപ്പോൾ അഞ്ചാമത്തെ നോഡിൽ, അതായത് അഞ്ചാമത്തെ നോഡിൽ വരുന്ന ഫോഴ്സ് സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് F5 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. F4, F3, F2, F1 എന്ന് പറഞ്ഞ ഫോഴ്സസ് അവിടെ ഉണ്ടാവില്ല. സെൽഫ് വെയ്റ്റ് ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. So if you are neglecting self weight, then all these values F1, F2, F3, F4 will be equal to 0. So അത് ഒരു ബൗണ്ടറി കണ്ടീഷൻ ആണ്. പിന്നെ ഒരു എൻഡിൽ ഫിക്സഡ് ആയിട്ടുള്ള ബാർ ആണെന്ന് പറഞ്ഞു. സോ അറ്റ് നോഡ് 1 ഫസ്റ്റ് നോഡിൽ there will not be any displacement. ഫിക്സഡ് ആയത് കാരണം ഇവിടെ മൂവ്മെന്റ് ഇല്ല. സോ ആദ്യത്തെ നോഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ബാക്കിയുള്ള നോട്ട്സിലെല്ലാം ഡിസ്പ്ലേസ്മെന്റ് വരും, പക്ഷെ ആദ്യത്തെ നോഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ വിൽ ബി 0. അപ്പം ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ ആ ഒരു ഫൈനൈറ്റ് എലമെന്റ് ഇക്വേഷൻ, ഇതാണ് ജനറൽ ഫൈനൈറ്റ് എലമെന്റ് ഇക്വേഷൻ, F1, F2, F3, F4, F5 is equal to AE by L into
1 minus 1 0 0 0 ഇത് നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ് ഇൻറ്റു u1 u2 u3 u4 u5. അപ്പം അതിനകത്ത് നമ്മൾ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. ദാറ്റ് ഇസ് f1 f2 f3 f4 വാല്യൂ 0 എന്ന് ഇട്ടു. only f5 is there. അതുപോലെ u1 u2 u3 u4 u5 u1 വാല്യൂ 0 എന്ന് ഇട്ടു. So we will be getting the equation like this. അപ്പം ആദ്യത്തെ ഇത് നമുക്ക് വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ 3 zeros f5 is equal to ae by l into this value. ഇനി ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ഏതെങ്കിലും 0 ഉണ്ടെങ്കിൽ ഈ കേസിൽ നമ്മുടെ ആദ്യത്തെ എലിമെന്റ് u1 എന്ന് പറയുന്നത് 0 ആണ്. കാരണം അത് ഫിക്സഡ് ആയതുകൊണ്ട് u1 is 0. So u1 0 ആയതുകൊണ്ട് by Gauss elimination method we can delete the first row and first column from the global stiffness matrix. ഇനി ഇതല്ല, സപ്പോസ് ഇപ്പം u2 ന്റെ വാല്യൂ ആണ് 0 എന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ ഇഫ് u2 is equal to 0, u2 0 ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത് സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ആയിരിക്കും അവിടെ ചെയ്യുക. അപ്പം ഏത് u വാല്യൂ ആണോ 0 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയും. ഇപ്പം മൾട്ടിപ്പിൾ വാല്യൂസ് 0 ആണെങ്കിൽ ഇപ്പോൾ u1 0 ആണ്, അതുപോലെ u2 u3 വാല്യൂസും കൂടെ 0 ആയിരുന്നെങ്കിൽ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയും കോളവും ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ ദാറ്റ് ഇസ് കോൾഡ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ആദ്യത്തെ വാല്യൂ u1 വാല്യൂ മാത്രമേ 0 ഉള്ളൂ. സോ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും മാത്രമായിരിക്കും നമ്മൾ ആ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിൽ നിന്ന് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയുന്നത്, എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. സോ വി ആർ നെഗ്ലക്റ്റിംഗ് ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. സോ വിൽ ഗെറ്റ് 0 0 0 f5 is equal to ae by l into ബാക്കിയുള്ള എലിമെന്റ്സ് ഈ ബാക്കിയുള്ള എലിമെന്റ്സ് ആയിരിക്കും നമുക്ക് വരാം, കാരണം ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. സോ ബാക്കിയുള്ളത് നമ്മൾ എടുത്ത് എഴുതി ആൻഡ് u2 u3 u4 u5. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എഴുതാം 0 is equal to ഫസ്റ്റ് എലിമെന്റ് 0 is equal to ae by l into 2u2 minus u3 0. ബാക്കിയുള്ള എലിമെന്റ്സ് 0 ആണ്, u4 ഉം u5 ഉം ഉണ്ടാവില്ല. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് രണ്ടാമത്തെ 0 is equal to ae by l into minus u2 plus 2u3 minus u4 plus 0 into u5, അത് 0 ആയിരിക്കും. സോ u4 minus u5 minus u4 രണ്ടാമത്തെ ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ മൂന്നാമത്തെ 0 is equal to ae by l into u2 വാല്യൂ ഇല്ല, u2 into 0 ആണ്, minus u3 plus 2u4 minus u5. ലാസ്റ്റ് f5 is equal to 0 into u2 0 ആണ്, plus 0 into u3 0 ആണ്, minus u4 plus u5. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് അത് നമ്മൾ ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ എഴുതുന്നു. ഇനി നമ്മുടെ ജോബ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂസ് ഓഫ് u2 u3 u4 ആൻഡ് u5. അതിനായിട്ട് ഇക്വേഷൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ആദ്യം നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് എ ആൻഡ് ബി എടുക്കുന്നു. എ ആൻഡ് ബിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ u2 വാല്യൂ ഉണ്ട്, u3 വാല്യൂ ഉണ്ട്. സോ യു ക്യാൻ സിംപ്ലിഫൈ ആൻഡ് ഗെറ്റ് അനദർ ഇക്വേഷൻ. സോ ഇക്വേഷൻ ബി, സെക്കൻഡ് ഇക്വേഷൻ ബി എ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് 2u2. അപ്പോൾ 2u2 minus 2u2 നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. So like that we simplified and we get 0 is equal to ae by l into 4u3 minus u3 plus 4u3, that is 3u3. 3u3 minus 2u4. Then third equation c യെ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് you get minus 3u3 plus 6u4 minus 3u5. അത് ഇത് രണ്ട് ഇക്വേഷനുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ again we get another simplified equation, that is minus 4u4 minus 3u5. Again fourth equation d യെ നമ്മൾ 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, d into 4, that is നമുക്കറിയാം f5 ന്റെ വാല്യൂ ഫോഴ്സ് പോയിന്റ് ലോഡിന്റെ വാല്യൂ 10 കിലോ ന്യൂട്ടൺ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ 10 into 4, that is 40 into 10 raised to 3 newtons is equal to ae by l into minus 4u4 minus ഇത് 4u4 ആണ്, 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 4u4 plus 4u5. അപ്പം നേരത്തെ കിട്ടിയ ഇക്വേഷനും ഇതുമായിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് u5 വാല്യൂ. സോ
So 4 into 10 raised to 3 is equal to A by L into U5. Or you can find out the value of U5 from this. U5 is equal to 40 into 10 raised to 3 into length L is equal to 1200 mm ആണ്. കാരണം ഓരോ എലിമെന്റിന്റെയും ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ എലിമെന്റിന്റെയും ലെങ്ത് 300 mm ആണ്. അങ്ങനെ 4 എലിമെന്റ്സ് ഉണ്ട്. സോ ഇൻ ടോട്ടൽ ലെങ്ത് 1200 mm. ബൈ ഏരിയയും ഇയും വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. So we assumed the value of A. Area A is equal to 1800 mm square. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, തരാത്തതുകൊണ്ട് നമുക്ക് അത് അസ്യൂം ചെയ്യേണ്ടതായിട്ട് വന്നു. And E is equal to 2 into 10 raised to 5 Newton per mm square. ഈ രണ്ട് വാല്യൂസ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അസ്യൂം ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ വാല്യൂസ് കിട്ടില്ല. So from that you got U5 value as 0.133 mm. U5 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇക്വേഷൻസിലേക്കെല്ലാം ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കിയുള്ള U വാല്യൂസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫ്രം ഇക്വേഷൻ ഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് F5 അറിയാം, ഈ ക്വാണ്ടിറ്റി അറിയാം, we found out U5, so we can easily find out the value of U4. U4 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള U5 വാല്യൂ അറിയാം, U4 വാല്യൂ അറിയാം, നമ്മൾ തേർഡ് ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് U3 വാല്യൂ കിട്ടും. അങ്ങനെ we find out all the quantities U1, U2, U3, U4, U5. U1 വാല്യൂ ഓൾറെഡി 0 ആണ്, കാരണം അത് മേളിൽ ആ ബാർ ഫിക്സ്ഡ് ആയതുകൊണ്ട് U1 is equal to 0. U2 value we get it as 0.085. U3 value we get it as 0.101. U4 value is 0.117. U5 value is 0.133. So here we can notice ആ ഒരു ബാർ എലിമെന്റിൽ നമുക്ക് 4 എലിമെന്റ്സ് ഉണ്ട്, 1, 2, 3 and 4. സോ U1 എന്ന് പറയുന്നത് ആദ്യത്തെ നോഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, U2, U3, U4 and U5. Finally U5 എന്ന് പറയുന്നത് it is a displacement at the node 5. നോഡ് 5ലാണ് ആ പോയിന്റിലോട് 10 kN ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് ഈ ഫൈനൽ നോഡിലാണ്, കാരണം അവിടെയാണ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. So as we move upwards, the displacement values will decrease. വാല്യൂസ് നോക്കി നമുക്കറിയാം, U5 0.133, U4 0.177, U3 0.101, U2 0.085 and finally U1 is equal to 0. So displacements കുറഞ്ഞാണ് വരുന്നത്, അങ്ങനെയാണ് വരേണ്ടത്. So our final answer is correct. Okay, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്സ് എല്ലാം കണ്ടുപിടിച്ചു, global stiffness metrics കണ്ടുപിടിച്ചു. So that is how we need to solve the problem. Then coming to the next problem, ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം ആണ്. We are given a steel bar length 800 mm, subject to axial load 3 kN. Find the elongation of the bar. Elongation എന്ന് പറഞ്ഞാൽ we have to find out the displacement U. Neglecting self weight ആക്ട് ചെയ്യുന്നില്ല. ഏരിയ is 300 mm square. ഈ വാല്യൂ തന്നിട്ടുണ്ട്, ഈ രണ്ട് വാല്യൂസും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഫിഗർ വരയ്ക്കുക. ആൻഡ് ദിസ് ഇസ് എ സ്റ്റീൽ റോഡ് സബ്ജക്റ്റഡ് ടു an axial load 3 kN and length of the bar is 800 mm. സോ ഗിവൺ ക്വാണ്ടിറ്റീസ് എഴുതുക. അപ്പം ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നത്, നമുക്ക് മാനുവൽ കാൽക്കുലേഷൻ ആയതുകൊണ്ട് എത്ര മിനിമം നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ടോ അത്രയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. So we can equally divide this into two equal elements, 1 and 2. രണ്ട് എലിമെന്റ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. So there will be 2 elements and 3 node 1, node 2, node 3. So 3 nodes and 2 elements. 3 kN ലോഡ് അതിനെ ന്യൂട്ടണിലായിട്ട് കൺവേർട്ട് ചെയ്യുക, 3 into 10 raised to 3 Newton. അപ്പം എല്ലാ യൂണിറ്റ്സും ന്യൂട്ടണിലും അതുപോലെ MM-ലും എല്ലാം കൺവേർട്ട് ചെയ്യുക. And given quantities നമ്മൾ എടുത്തെഴുതി, and we have to find the elongation of the bar. So let this bar be divided into 2 elements, 1 and 2, and there are 3 nodes, 1, 2 and 3. And each element has a length of 400 mm. കാരണം നമ്മൾ ഈക്വൽ ആയിട്ടാണ് 800 mm ഡിവൈഡ് ചെയ്തത്. So 400. So ഫസ്റ്റ് എലിമെന്റിന്റെ ഫൈനൈറ്റ് എലിമെന്റ് ഇക്വേഷൻ നമ്മൾ എഴുതുകയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, നമ്മൾ ഓരോ എലിമെന്റിന്റെയും ഫൈനൈറ്റ് എലിമെന്റ് ഇക്വേഷൻ എഴുതുക. So first element 1 in a finite element equation എഴുതുമ്പോൾ, suppose if F1 is the force acting on node 1, F2 is the force acting at node 2,
u1 is the displacement at node 1, u2 is the displacement at node 2. അങ്ങനെയാണെങ്കിൽ for the first element we can write the finite element equation like this. ആ general equation എഴുതുക. f1 f2 is equal to stiffness matrix നമുക്കറിയാം AE by L into 1 minus 1 minus 1 1, that will be the stiffness matrix, into u1 u2. അപ്പം u1 ഉം u2 ഒന്നും നമുക്കറിയില്ല. we have to find out the value of u1 u2 etc. so first elementന്റെ finite element equation ഇതാണ്. ഇതുപോലെ second elementന്റെയും finite element equation നമ്മൾ എഴുതുക. second elementന്റെ ആണെങ്കിൽ we can say f2 is the force acting at node 2, u2 is the displacement at node 2, f3 and u3 are the force and displacement at node 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ f2 f3 is equal to AE by L into 1 minus 1 minus 1 1 into u2 u3 എന്ന് പറഞ്ഞ equation എഴുതാം. So this is the finite element equation for element 2. ഇനി നമ്മൾ ആ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് f1 ആദ്യത്തെ എലിമെന്റിന്റെ f1 f2 നമ്മൾ നേരത്തെ എഴുതിയതാണ്. അപ്പം ആ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ കമ്പൈൻ ചെയ്യേണ്ടതായിട്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് ഇക്വേഷൻ കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ആ കോഎഫിഷ്യൻസ് കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്തേക്കാം. A11 A12 A21 A22. രണ്ടാമത്തത് വരുമ്പോൾ A22 A23 A32 A33. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇത് രണ്ടും നമ്മൾ അസംബിൾ ചെയ്യാൻ പോവാണ്, കമ്പൈൻ ചെയ്യാൻ പോവാണ്. സോ അസംബ്ലിംഗ് ഇക്വേഷൻസ് 1 and 2 we can write the forces as f1 f2 and f3. ഇപ്പോൾ ടോട്ടൽ 3 ഫോഴ്സസ് ആണുള്ളത്. f1 f2 f3 is equal to AE by L into ആദ്യം കോഎഫിഷ്യൻസ് എഴുതുക. A11 A12 A13 A21 A22 A23 A31 A32 A33. ഇനി ഓരോന്നിൻ്റെയും വാല്യൂസ് എഴുതുക. A11 A11ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1. A12 മൈനസ് 1 ആണ്, മൈനസ് 1. A13 എന്ന് പറഞ്ഞൊരു കോഎഫിഷ്യൻ്റ് ഇല്ല. സോ A13 is equal to 0. നെക്സ്റ്റ് A21ൻ്റെ മൈനസ് 1 ആണ്. A22 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നൊരു കോഎഫിഷ്യൻ്റ് ആണ്. സോ A22 വാല്യൂ ആദ്യത്തെ ഇക്വേഷനിൽ 1 ആണ്, A22 രണ്ടാമത്തെ ഇക്വേഷനിലും 1 ആണ്. സോ ദീസ് ടു ഹാവ് ടു ബി ആഡഡ് 1 plus 1. So A22 വരുന്നിടത്ത് you have to add 1 plus 1, that is equal to 2. And A23യുടെ വാല്യൂ മൈനസ് 1 ആണ്. Then A31 എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഇല്ല. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. A32 മൈനസ് 1 ആണ്. ആൻഡ് A33യും ഒരു കോഎഫിഷ്യൻ്റ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പം ഇവിടെ നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ആ കോഎഫിഷ്യൻ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സ്റ്റിഫ്നെസ് മെട്രിക്സ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1 മൈനസ് 1 0 മൈനസ് 2 മൈനസ് 1 2 മൈനസ് 1 0 മൈനസ് 1 1. അപ്പോൾ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. സോ റോ വൈസും കോളം വൈസും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 0 കിട്ടണം. ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. റോ വൈസിൽ 0 മൈനസ് 1 പ്ലസ് 2 മൈനസ് 1 0 0 മൈനസ് 1 പ്ലസ് 1 0. കോളം വൈസ് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് 0 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് കറക്റ്റ്. ആൻഡ് ഓൾസോ ദ diagonal elements are positive. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. സോ ഇറ്റ് ഇസ് കറക്റ്റ്. സോ this into u1 u2 u3 are the displacements at node 1 node 2 and node 3. so this is the combined finite element equation. ആ ഒരു രണ്ട് എലമെന്റ്സിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഫൈനൈറ്റ് എലിമെന്റ് ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻസ്. സോ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബാർ ഫിക്സഡ് അറ്റ് 1 end ആണ്. നേരത്തെ കേസ് പോലെയാണ് ഫിക്സഡ് അറ്റ് 1 end. ഫിക്സഡ് അറ്റ് 1 end ആകുമ്പോൾ അവിടെ വരുന്ന നോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ 0 ആണ്. സോ u1 is equal to 0. So that is one boundary condition. Then next boundary condition എന്ന് പറയുന്നത് നെഗ്ലക്ട് സെൽഫ് വെയിറ്റ് എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സോ സെൽഫ് വെയിറ്റ് വരുന്നിടത്ത് നമ്മൾ എലിമെന്റ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ എലിമെന്റ് 1 എലിമെന്റ് 2 നോഡ്സ് 1 2 and 3.
സോ F1, F2 ആൻഡ് F3. F1ഉം F2ഉം നോഡ്സ് 1 and 2ൽ വരുന്ന ഫോഴ്സസ് ആണ്. അപ്പം അവിടെ ഫോഴ്സുകളൊന്നും വരുന്നില്ല, കാരണം നമ്മൾ സെൽഫ് വെയിറ്റ് നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ F1 ആൻഡ് F2 വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് F3യിലാണ്. സോ ഓൺലി ദാറ്റ് വാല്യൂ വിൽ ബി ദെയർ. F3 വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ യു ക്യാൻ പുട്ട് F1 ആൻഡ് F2 ആസ് 0 ആൻഡ് F3 വാല്യൂ നമുക്ക് അവിടെ ഉണ്ട്. സോ 0, 0, F3 is equal to ഏരിയ. A നമുക്ക് തന്നിട്ടുണ്ട് 300 mm² ആണ്. 300 into Young's modulus തന്നിട്ടുണ്ട് 2 into 10⁵. By length is 300, length is 800 mm, 800 into 1 minus 1 0, minus 1 2, minus 1 0, minus 1 1. U1 ന്റെ വാല്യൂ 0 ആണെന്ന് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ പറഞ്ഞു, കാരണം അത് ഒരു എൻഡ് ഫിക്സഡ് ആണ്. ഫിക്സഡ് ആയ എൻഡിൽ അല്ലെങ്കിൽ ഏത് നോഡിലാണ് ഫിക്സഡ് ആയിട്ടുള്ളത് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. സോ U1 വാല്യൂ is equal to 0. സോ ഫസ്റ്റ് വാല്യൂ 0 ആയതുകൊണ്ട്, U1 വാല്യൂ 0 ആയതുകൊണ്ട് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വി ക്യാൻ നെഗ്ലക്ട് ദി ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം ഫ്രം ദി സ്റ്റിഫ്നെസ് മെട്രിക്സ്. അപ്പോൾ നമുക്ക് ബാക്കി ബാലൻസ് വരുന്നത് 2 minus 1 minus 1 1 അത് മാത്രമാണ് വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. 0 and F3 is equal to 300 into 2 into 10⁵ into 800 into 2 minus 1 minus 1 1 into U2 U3. ഇനി അത് എക്സ്പാൻഡ് ചെയ്ത് നേരത്തെ കേസ് പോലെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാം. 0 is equal to ഇത്രയും വാല്യൂ വരുന്നത് 150 into 10⁵ ആണ്. 150 into 10⁵ into 2U2 minus U3. അതൊരു ഇക്വേഷൻ. Then F3 value is 3 kilonewton, that is 3 into 10⁵ is equal to this much value, that is 150 into 10⁵ into minus U2 plus U3. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദി വാല്യൂ ഓഫ് U2. U2 നമുക്ക് കിട്ടുന്നത് 0.02 mm ആണ്. U2 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ then you can substitute the value in the equation and get the value of U3. U3 അങ്ങനെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് it is equal to 2U2, that is equal to 0.04 mm. So U1 വാല്യൂ 0 ആണ്, U2 വാല്യൂ 0.02 mm ആണ്, U3 വാല്യൂ എന്ന് പറയുന്നത് it is equal to 0.04 mm. So we have found out the displacement. അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. We have to find out the elongation of the bar. Elongation of the bar എന്ന് പറഞ്ഞാൽ U1, U2, U3 വാല്യൂ കണ്ടുപിടിക്കുക. U1 ന്റെ വാല്യൂ 0 ആണ്, U2 ന്റെയും U3 യുടെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു സോൾവ് ദി പ്രോബ്ലം. ഫസ്റ്റ് നമ്മൾ ഫൈനൈറ്റ് എലമെന്റ് ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതിയതിനു ശേഷം ഓരോ എലമെന്റിന്റെയും ഫൈനൈറ്റ് എലമെന്റ് ഇക്വേഷൻസ് കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തതിനു ശേഷം ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂസ് കണ്ടുപിടിക്കുക. ഇതിനുശേഷം നമ്മൾ ഇനി വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഇനി സ്ട്രെയിൻ ഒക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സ്ട്രെയിൻ, സ്ട്രെസ് വാല്യൂ. അപ്പം ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ട വാല്യൂ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചിട്ട് സ്ട്രെയിൻ കണ്ടുപിടിക്കുക. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്ട്രെയിൻ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഓർ യു ക്യാൻ ഓൾസോ റൈറ്റ് ഇസ് ഈക്വൽ ടു U2 minus U1 by L, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഒറിജിനൽ ലെങ്ത്. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് സ്ട്രെയിൻ കിട്ടും. സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് സ്ട്രെസ്. സിഗ്മ ഇസ് ഈക്വൽ ടു എപ്സിലോൺ, ദാറ്റ് ഇസ് സ്ട്രെയിൻ ഇൻറ്റു യങ്സ് മോഡുലസ്. അത് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് കിട്ടും. ഇനി വേറെ പല ക്വാണ്ടിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതിന് വരുന്ന പ്രോബ്ലംസ് നമുക്ക് നോക്കാം.